സിറിയയിൽ സുരക്ഷാസേനയും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ബാഷർ അൽ ആസാദിന്റെ അനുയായികളും തമ്മിലുള്ള സംഘർഷത്തിലും പ്രതികാര കൊലപാതകങ്ങളിലും കൊല്ലപ്പെട്ട 1000-ഓളം പേരിൽ നിരവധി ക്രൈസ്തവരും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2 ദിനത്തിനകം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നുവെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കുകൾ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനിടെയാണ് വ്യാഴാഴ്ച ആരംഭിച്ച സംഘർഷത്തിനിടെ നിരവധി ക്രൈസ്തവരും കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 745 പേരും സാധാരണ പൗരന്മാരാണ്. ഇവരിൽ ഭൂരിഭാഗവും വെടിയേറ്റാണ് മരിച്ചത്. അതേസമയം സിറിയയിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ അപലപിച്ച് സഭാ നേതൃത്വം രംഗത്തെത്തി. നിരപരാധികളായ സാധാരണ പൗരന്മാരെ ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊലകളെ അപലപിച്ചുകൊണ്ട് സിറിയയിലെ 3 പ്രധാന ക്രിസ്ത്യൻ സഭകളായ മെൽക്കിറ്റ് ഗ്രീക്ക് കത്തോലിക്ക സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ് സഭകളുടെ നേതൃത്വമാണ് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാനുഷികവും ധാർമ്മികവുമായ മൂല്യങ്ങൾക്ക് കടവിരുദ്ധമായി നിലകൊള്ളുന്ന ഈ ഭയാനക പ്രവൃത്തികൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും പൊതുസമാധാനത്തിന് ഭീഷണിയായ ഏതൊരു പ്രവൃത്തിയെയും ക്രിസ്ത്യൻ സഭകൾ ശക്തമായി അപലപിക്കുന്നുണ്ടെന്നും സഭാ നേതൃത്വം പ്രസ്താവിച്ചു. 2011 പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര യുദ്ധത്തിൽ സിറിയയിലെ ക്രൈസ്തവരിൽ ഭൂരിഭാഗവും പലായനം ചെയ്തെങ്കിലും ലതാക്കിയ നഗരത്തിൽ നിരവധി ക്രൈസ്തവർ ഒന്നിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പുതിയ ആക്രമണത്തിന്റെ കടുത്ത ആഘാതം നേരിട്ടിരിക്കുന്നത് ലതാക്കിയയിലാണ്. ഇവിടെ നടക്കുന്ന ആക്രമണങ്ങൾ ക്രൈസ്തവരെ മരണഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. സുരക്ഷാസേനയും അലവികളും തമ്മിൽ നടത്തുന്ന പോരാട്ടം അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലേക്ക് വഴിമാറിയപ്പോൾ ഈ ഗണത്തിൽ ഇരകളാക്കപ്പെടുന്നവരിൽ ക്രൈസ്തവരും ഉൾപ്പെട്ട സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗീന ന്യൂസ്.